നിസാമേ ഇങ്ങനെ നോക്കൂ, ഞാനൊരു വിഷയം പറയാൻ വന്നില്ല. ഓക്കെ, എന്ത് കഥയെന്ന് അറിയാം, എനിക്ക് എല്ലാം കേൾപ്പിക്കാം. കുറേ ഇല്ലേ ഈ ജായിലിങ്ങൾ. ഓക്കെ, അതാണ് നമ്മളെ പോലത്തെ നമ്മളെ നാട്ടിൽ പടു ജായിലിങ്ങൾ, മുസ്ലിം പേര് പ്രത്യേകം പറയണം. പേര് മുസ്ലിം പേര്. ഇപ്പൊ പേരിട്ടൊരു കാര്യം, ഇപ്പൊ ചന്ദ്രാന്ന് പേരിട്ടെങ്കിൽ ചന്ദ്ര കമർ, അത് എന്ത് എന്ത് ശുദ്ധ മലയാള സംസ്കൃതം അങ്ങനെ എന്തോ പറയുന്നു. അറബി, ഇത് അറബി പേരിൽ ചന്ദ്ര കമർ, പിന്നെ അബ്ദുള്ള ദേവദാസ്, അതെല്ലാം പേരിലൊന്നും മുസ്ലിം ആണെന്നില്ല. നിനക്ക് ഞാൻ പുതിയൊരു പുതിയ മുസ്ലിം അല്ല, നല്ല ദീനിയായ മുസ്ലിം ഉസ്താദ്മാരെല്ലാം അടിച്ചു കൊട നിൽക്കുന്നതായി, നീ ചിരിക്കണ്ട. ഇപ്പോഴേ ഉസ്താദ്മാരെല്ലാം അടിച്ചു കൊടയുന്നൊരു മുസ്ലിം ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണിന്റെ വീഡിയോ എല്ലാം ഞാൻ കണ്ടോണ്ടുണ്ട്, സ്വാഭാവികം കാണുന്നു. അല്ലെങ്കിൽ അവര് CPM അനുഭവം ഭയങ്കര സംഭവം. അപ്പൊ ഈ ഓക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നു. ഇപ്പൊ എന്താക്കിയെന്ന് പറയും, CPM എല്ലാം വിട്ടിട്ട് മതത്തിന്റെ പിന്നിൽ വന്നു. മതത്തിന്റെ പിന്നിൽ മതത്തിന്റെ റീച്ച് കിട്ടും. ഈ പെണ്ണ് പറയുന്നത് അറിയാം, അലിയാർ ഉസ്താദ്. ഈ അലിയാർ ഉസ്താദ് ആരെന്ന് ഞാൻ നിനക്ക് കാണിക്കാം. ഈ പെണ്ണിന്റെ ഒരു വീഡിയോ നീ കാണും. മുസ്ലിമും നോക്കാം, വേഷധാരണ ഇതെല്ലാം മുസ്ലിം പേര് മുസ്ലിം പറഞ്ഞെങ്കിൽ ചൂടാകുന്ന വീഡിയോ ഉണ്ട്. അത് ഞാൻ കേൾപ്പിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നീ കാണ്. നീ ഇപ്പൊ കണ്ടാ നോക്കും. ഇതാ ഈ പെണ്ണ്, ഇത് ഭയങ്കര മുസ്ലിമാണ്. കണ്ടാ മുടി കണ്ടാ അതാ ആരെന്നറി ഇതെല്ലാം ഓളന്നെ എഡിറ്റിംഗ് ആക്കിയത്. ഈ സീരിയൽ അവന്നെ പറഞ്ഞിട്ട് അവന്നെ എഡിറ്റിംഗ് ആക്കിയിട്ട് ഇട്ട. മുസ്ലിം ഈ ആരെന്നറിയോ, അലിയാർ ഉസ്താദ്. ഈ അലിയാർ ഉസ്താദ് ആരെന്നറിയോ, ഇത് ആഫിദ്. ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ ആഫിദ് ഈ അലിയാർ ഉസ്താദ്. രണ്ടാമത്തത് രാമായണം പിന്നെ ബൈബിളെല്ലാം പഠിച്ച എനിക്കറിയില്ല, ഞാൻ പറയണ്ടല്ലോ, TV ചാനലിൽ വന്നിന് ഒരു സംഗീനയില്ല മുട്ട് കുത്തിച്ചിന്. ആ ചാനലിൽ ഇരുന്നിട്ട് മുട്ട് കുത്തിച്ചിന്. ഇതാ ഈ സംഭവം, ഇത് കണ്ടിട്ടുണ്ട് എല്ലാവരും. ഈ ചങ്ങായിനെ മുട്ട് കുത്തിച്ചിന് കണ്ടിട്ടേ. ഇയാള് പാട്ട് കവിത അടക്കമില്ല ഇയാള് പറയുന്നത്. ഇയാള് ഓപ്പൺ ചെയ്താ കണ്ട വീഡിയോ കാണുന്നില്ലേ? ഈ ഉസ്താദിനെ ആയിരുന്നറിയോ, ആ മുസ്ലിം പെൺകുട്ടി അല്ല, മുസ്ലിം മുതലല്ല, അവളെ മുസ്ലിം അല്ല, അല്ല അതല്ല, ഈമാന് തുളുമ്പുന്നു. ഇത് ഈ പെണ്ണ്, ഇങ്ങനത്തെ ഈ പെണ്ണ് ഇതിന്റെ താഴത്ത് കമന്റ് ഇടുന്നായിരുന്നറിയോ, നിരീശ്വരവാദികളും സംഘികളും. പിന്നെ പിന്നൊന്നുണ്ട്, ഇതിന്റെ താഴത്ത് കമന്റ് ഇടുമ്പില്ല കുറെ ആൾക്ക് എന്താണെന്നറിയോ, ഒരു മുസ്ലിമിനെ കുറ്റപ്പെടുത്തിടുമ്പോൾ ഞാൻ ഭയങ്കര മതേതരവാദി, ഞാൻ ഭയങ്കര മതത്തിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ജായിലിങ്ങൾ. എങ്ങനെ അറിയോ, ഞമ്മ വലിയ നല്ലതൊന്നല്ല എന്തെങ്കിലും ഞാൻ വന്നത് മതത്തിന് ഞാൻ ഇന്നുവരെ തുടങ്ങാനും പോയിട്ടില്ല. ഇതായിരിക്കും ചർച്ചയ്ക്കും ഞാൻ പോയിട്ട് ഇതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ബേജാറിൽ ഞാൻ പറയുന്നത് ഞമ്മളും വലിയ നല്ലതൊന്നും അല്ല. ഇത് ഈ ഉസ്താക്കന്മാരെ പറയുന്നാര് ജായിലിങ്ങൾ. എന്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദീന് പറയണ്ട. നിങ്ങൾ ഡാൻസ് കളിച്ചോ, നിങ്ങൾ കള്ള് കുടിച്ചോ, നിങ്ങൾ പബ്ബിലേക്ക് പോയിക്കോ, നിങ്ങൾ മജായിക്കോ, നിങ്ങൾ ബോയ് ഫ്രണ്ടാ ഗേൾ ഫ്രണ്ട് എന്ത് മണ്ണാകട്ട മണ്ണ കഴിക്കും. ഒരു ജമാഅത്തിന് ഒരാൾ കേൾക്കാൻ വരല്ല, ഉസ്താദ് കേൾക്കാൻ വരല്ല. നിങ്ങൾ ഇഷ്ടം പോലെ തോന്നിക്കോ. പിന്നെ ഈ മുസ്ലിം എന്ന പേരിലില്ല. ഞാൻ മുസ്ലിമും നേരത്തെ ഞാൻ പോയിട്ട് കള്ളു കുടിച്ചിട്ട് ഞാൻ മുസ്ലിമും ഞാൻ പോയിട്ട് പെണ്ണ് കുടിച്ചിട്ട് ഞാൻ പഠിച്ച് പബ്ബിലേക്ക് പോയിട്ട് അത് മുസ്ലിം എന്ന പേരിലാക്കാണ്ട് നീ ആയിക്കോ നിന്റെ ഇഷ്ടത്തിൽ. പിന്നെ ഡാൻസ് കളിച്ചേക്ക് കുറെ ആൾക്കാർ അത് കണ്ടിട്ട് ഡാൻസ് കളിക്കാൻ നിങ്ങൾ കളിച്ചോ, ഞമ്മളെ സപ്പോർട്ട് ഞമ്മ കാണാനല്ല മജാന്ന്. നിങ്ങൾ നോക്കോ, ഞമ്മ ജായിലിങ്ങൾ തന്നെ നോക്കോ, നിങ്ങൾ ഡാൻസ് കളിച്ചോ, ഒരു വിഷയമല്ല. മാത്രല്ലേ ഈ മുസ്ലിമുകൾ മാത്രം ഇടുന്ന തട്ടം, ആ തട്ട മാറ്റിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചോളി, നമ്മ കാണാം. തട്ടിട്ട് എന്താ പറയുക, മുസ്ലിം സമുദായക്കാർക്കില്ലേ കുറെ ആൾക്കാർ ഈമാന് തക്കുവ എന്നൊരു സംഭവം. എന്നിട്ട് ആ പെണ്ണ് പറയുന്നത് അവര് ചെയ്യുമ്പോ പ്രശ്നമില്ല, ഞമ്മ ചെയ്യുമ്പോ പ്രശ്നം, ഞമ്മ ചെയ്യുമ്പോ അങ്ങനെ, ഓറ് ചെയ്യുമ്പോ ഹലാലി. ഓറ് ചെയ്താലും തെറ്റ് മോളെ, നീ ചെയ്താലും തെറ്റ്. അത് നീ അല്ലായിട്ട് തീർക്കേണ്ടത്, അല്ലാതെ നിന്നെ ഓറ് വീട്ടിലാ കബറിലേക്ക് തീർക്കേണ്ടത്. പിന്നൊന്നുണ്ട്, ഞാനും മുസ്ലിമും ചേർന്ന് ഒരു വീഡിയോ ഉണ്ട് ഭായി, എനക്ക് ഞാൻ ചിരിച്ചു ഇല്ലെല്ലാരും ചിരിക്കും. ഇത് ചിരിച്ചിട്ട് വെച്ചിട്ട് മുസ്ലിം മുത്തക്കി ഉസ്താദിനെല്ലാം വെട്ടിടുന്നു, തങ്ങന്മാരെ വെട്ടിടുന്നവർ അവരെല്ലാം അവരെ അലക്കിരിക്കട്ട് പോയി അവർ മതത്തിലുള്ള മതക്കാരെ വെട്ടിടുന്നു. ചെന്ന ഞാനും മുസ്ലിമും നീ മുസ്ലിം ചേർന്നൊരു പണി നോക്കുക, അതാണ് എന്ത് മജോ. ഞമ്മ മുസ്ലിമും ഇമാമും അടുത്ത അതാ അതാ അങ്ങനെ ഞാൻ നിന്നെ ചിരിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നിന്. എന്റെ പൊന്നും നീ എന്ത് വിചാരിച്ചു, ഇത് അറാമ ഞാൻ ചേർന്നില്ല, അറാമാക്കി ഒരു അറാമന്നെ. അതിന് ഒരിക്കലും ഒരു യാ റബ്ബേ നീ എന്ത് പൊന്നും വളർന്നു വെച്ചാൽ നിങ്ങളെ പറഞ്ഞിട്ട് നിന്റെ കുറെ നിന്റെ കമന്റതായ സംഖ്യകൾ വന്നിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നത് നീ നല്ല സൂയിക്ക ഇഷ്ടപ്പെടുന്നു, നീ ഭയങ്കര ഇന്ത്യക്കാർ, ഞാൻ മതേതരവാദി, ഞാൻ പൊന്നു മോളെ ലക്കും ദീനിക്കും വലിയ ദീൻ അവർ പോട്ട്. നീ ഡാൻസ് ആക്ക്, നീ റീൽസ് ആക്ക്, നീ എന്ത് പണക്ക്, നീ നിന്റെ മജയിൽ നീ ജീവിക്ക്.
ഒരാളും ഇല്ല. ഇതിനെ എതിർക്കേണ്ട ഞാനോ നിങ്ങളോ മറ്റൊരു എന്തല്ല. ഈ ദീനെ ഉസ്താക്കാൻ നോക്കോ. ഈ ദീനിൽ തന്നെ APK, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് അത് അവർ തീർത്തോളൂ മക്കളെ. നിങ്ങൾ പഠിക്കുന്നത് പഠിക്കില്ല, പഠിക്കണ്ട. നിങ്ങൾ സമുദായത്തിനെ വന്നിട്ട് നിങ്ങൾ ചർച്ചയാക്കേണ്ട കാര്യമുണ്ട്. അതും എല്ലാവരും മുസ്ലിമിന്റെ പേര് കൂട്ടിയില്ലേ ഫസ്റ്റ് നിസ്കരിക്കുക. അതിൻ്റെതായ രീതിക്ക് നടന്നിട്ടായിട്ട് നീ കാര്യമായ ഒരു ദീനിയാണെങ്കിൽ നീ പറയുന്ന ന്യായമുണ്ട്. നീ ഇല്ലേ നീ പിന്നെ ഞാൻ കാണിക്കാം. നിങ്ങൾ പറഞ്ഞ് ദീന് പറയണ്ട. നിങ്ങൾ വേറെ എന്തെല്ലാം പറഞ്ഞോ, പ്രൊമോഷന് പറഞ്ഞോ, ഫിലിമിനെ പറ്റി പറഞ്ഞോ, ഡാൻസിനെ പറ്റി പറഞ്ഞോ, പാട്ടിനെ പറ്റി നിങ്ങൾ ഡാൻസ് ആയിക്കോ. ഞങ്ങൾ ലൈക്ക്, ഞങ്ങൾ കമന്റ് ലൈക്ക് ഞങ്ങൾ തരാം. മാത്രം ദീന്റെ അവർ പറയട്ടെ. ഇപ്പം അലിയാർ ഉസ്താദ്, പിന്നെ AP ഉസ്താദ്, EK ഉസ്താദ്, തങ്ങന്മാർ, മറ്റൊരു സിൻസാർ ലക്ക് ഉസ്താദ്, അവർ തന്നെ പറയുന്നത് എന്തറിയോ, ഇത് മുസ്ലിമുകളോട്. ഈ മുസ്ലിം അല്ലെങ്കിൽ ഞമ്മ പേരിട്ടതുകൊണ്ട് മുസ്ലിം അല്ല. എൻ്റെ പേര് മുസ്ലിം, എൻ്റെ പേര് മുസ്ലിം, എൻ്റെ ഉപ്പാന്റെ പേര് മുസ്ലിം, എൻ്റെ ഉമ്മാന്റെ പേര് മുസ്ലിം. മുസ്ലിം അല്ല. മുസ്ലിം ആണെങ്കിൽ തക്വ വേണം. തക്വ വേണില്ല, ഈമാൻ വേണം. ഔറിയലാണ് അത് പറയുന്നത്, ക്ലാസ് എടുക്കുന്നത്. അത് ഔറിയൽ നമ്മളങ്ങനത്തെ പടുജാലിങ്ങളിലല്ല. ഞമ്മക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന നമുക്ക് നന്നായിട്ട് അറിയും. അത് അതിനനുസരിച്ച് ജീവിക്കുന്ന എത്ര ആൾക്കാർ ഇല്ലേ, എത്രയോ ആൾക്കാരുണ്ട്. ഔറിയലാണ് ഈ സംഭവം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലില്ലേ വീഡിയോ കുറേ ലെങ്ത് കൂടും, ഞാൻ പാട്ടാക്കിയിട്ടിടാം. പിന്നെ ഇല്ലേ യൂട്യൂബിൽ നോക്കി, എൻ്റെ യൂട്യൂബിൽ ഞാൻ ഫുള്ളായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ പിന്നൊന്ന് നോക്കറ നിസാമി, എന്ത് മജ മോനെ. ഒരു മുസ്ലിം അല്ല ഈമാന്. അടുത്ത കത്തീബ് ഏറായിട്ട് ഫുൾ കേരളത്തിന്റെ കത്തീബ് ആയിരുന്നു നോക്കിക്കോ. എന്ത് മജ അറിയോ. ഇതാ മുസ്ലിമും എന്തിനാ ചിരിക്കുന്ന, മുടി കാണുന്നില്ല കണ്ട റബ്ബിന്റെ. ആ അതാ അവള് കാണിക്കുന്നേ. ഇതെല്ലാം എന്ത് മക്കളെ, എന്ത് എന്ത് വേണമെങ്കിൽ ആക്കട്ട്. അത് എന്തിനേന്ന് ദീന്, സമുദായം, അത് ഇത്. പിന്നെ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൽ ഒരു ക്ലാസ് എടുത്തത് അറിയോ പണ്ട് ഓപ്പൺ ആയിട്ട്. മറ്റേ ആ ഉസ്താദ് കാസിം ഉസ്താദ് ക്ലാസ് എടുത്തിട്ട് വന്നത്. എല്ലാ A to Z ക്ലാസ്, അല്ലെങ്കിൽ എല്ലാ ഇസ്ലാമിന്റെ എല്ലാ കഥകളും ക്ലാസ് എടുത്തത് ഒരു ജമാഅത്തിൽ അവർക്ക് വേണ്ടി. അത് മൂമിനികൾക്കുള്ളത്, ജാഹിലിങ്ങൾക്കുള്ളതല്ല, മൂമിനികൾക്കുള്ളത്. ഒരു തക്വ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ കുറേ നിബന്ധനകളുണ്ട്. അത് നമ്മളങ്ങനത്തെ ചെല്ലിങ് എങ്ങനെ മനസ്സിലായി ഇസ്ലാം. ഞാൻ പറയാം ഒരു മിനിറ്റ്. ഇതാ ഈ എന്ത് മജറായി ഈ പെണ്ണ് പറയുന്നത്. ഇതാരല്ലേ പറയുന്നത് അറിയോ. ഇത് ഈ ഉസ്താദ് പറഞ്ഞത് മുസ്ലിമുകളോട്. അതിന്റെ ഫുള്ള് കാക്കണം. ഈ പകുതി നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു മുത്തക്കി വന്നിരുന്നത്. യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രിയോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഏതാണ്ട് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് വരെ അറിയാം. CBSE ആണെന്നുണ്ടെങ്കിൽ ഒരു 6-5 തൊട്ടൊക്കെ പിള്ളേർക്ക് മനസ്സിലാവും. ഈ മുത്തക്കി എന്തറിയോ, ഈ മുത്തക്കി, എന്റെ പൊന്നു മുത്തക്കി, ഇതില്ലേ മൂമിങ്ങളോടാണ് ഇത് പറയുന്നത്. നീ വന്നിട്ട് ഇങ്ങനെ ഇസ്താദിനെല്ലാം പറയും. എന്ത് അറിയത് ദീന് പറയാന്? നിന്റെ വിശ്വാസം നീ വിശ്വസിച്ചോ. നിനക്ക് എന്ത് വിശ്വാസം വിശ്വസിക്കാം. നീ ഇനി വിശ്വസിക്കാതിരിക്കുക, നിന്റെ ഇഷ്ടം. ഒരാളും വരാല. ഓക്കെ, സൗദിയിൽ പോലും നിരീശ്വരവാദികളുണ്ട്. എല്ലായിടത്തും നല്ല മുത്തക്കിങ്ങളുണ്ട്, ഈമാനുള്ളവരുണ്ട്, പിന്നെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, മതം ഇല്ലാത്തവരുണ്ട്, മതം ഉള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾ ജീവിക്കുക എങ്ങനെ വേണം. എന്തിനേയും ദീന്റെ കാര്യങ്ങൾ ഉസ്താക്കന്മാർ, എത്രയോ സംഘടനകൾ, എത്രയോ ആൾക്കാർ, എത്രയോ പണ്ഡിതന്മാരുണ്ട്. അവർ ചർച്ച ചെയ്യും പൊന്നുമക്കളെ. പിന്നൊന്നുണ്ട് വയ്യ അണക്ക് കഴിയുന്നില്ല. അതെല്ലാം ഞാൻ പറയാം. ഇതാ പിന്നൊരു മുത്തക്കിനുണ്ട്. നീ എന്ത് മജ. ഇതില്ലേ, ഇത് ഒരു ക്ലാസ്, എന്ത് ക്ലാസ് മുസ്ലിം പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ്, മുസ്ലിം ലീഗ് എന്താ വെച്ച ക്ലാസ്. അപ്പൊ ഇങ്ങനെ ഇമ്മ പ്രസംഗിച്ച് പറയുന്നു മുസ്ലിം ആളാണ്, ഇതാണ് പെണ്ണുങ്ങളുള്ള ക്ലാസ്. അപ്പൊ ഇനി മുത്തക്കി വന്നിട്ട് ചേർന്ന് നോക്കും ഒരു പെണ്ണ്. അവ ദീനിയാ. ഇതാ അതാ അത് ഒരു മിനിറ്റ് ഞാൻ കണക്ക് ആ മുത്തങ്ങിനെ കാണുമ്പോൾ എനിക്ക് ഇതാണ് പോയി എന്തെങ്കിലും കാണിച്ചു തന്നെ. എന്താ ഇസ്ലാം അടുത്ത കാളിയാണ്. കാളി ഓള അടുത്ത പെരുന്നാ നോമ്പെല്ലാം വരുന്ന ഓളെ കേട്ടാൽ മതിയാവോ. ഓളാണ് ഓക്ക് എന്താന്ന് ഓളെ സൗണ്ട് നല്ലോണ്ട്. മറ്റുള്ള ഇറിറ്റേഷൻ ആണല്ലോ ഇതിന്. ഓ ഞാൻ മുസ്ലിമും ഓളും മുസ്ലിമും. ഇതാ അവർക്ക് ബിഗ് സാല്യൂട്ട്. കാരണം ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് ഞാൻ ഈ അടുത്ത എന്റെ പൊന്നു മക്കളെ, അയാള് ആ പെണ്ണുങ്ങളില്ലേ ക്ലാസ് എടുത്തതാണ്. ആർക്ക്? മുസ്ലിമുകൾക്ക്. ക്ലാസ് എടുത്തത് മുസ്ലിം പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. നീ കാലി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാലി ഇതാണ് ഓക്ക് ഇറിറ്റേഷൻ ആണല്ലോ. ഇറിറ്റേഷൻ നീ കേൾക്കുന്ന നിന്നെ വിളിച്ചിന് ആരെങ്കിലും ഫോണായിട്ട് വിളിച്ചിട്ട് ക്ലാസ്സിന് വന്ന ഒരാൾ പിടിച്ചുകൊണ്ട് ഇരുത്തി കേൾപ്പിച്ചതല്ലോ. നീ കേട്ടിട്ട് പോയാ മതി. നീക്ക് പിന്നൊരു
പിന്നെ ഒരു മുഹ്മിനത്തായ സ്വാലിഹത്തായ എത്ര ഇതിങ്ങനത്തെ കുറേ ഉണ്ട്, എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഒന്നുണ്ട് ഇതാ, മാഷാ അല്ലാഹ്. അതാ കണ്ട ഓളെ ഇതെന്തറിയോ, ഇപ്പൊ ഇന്ത്യയില് പാകിസ്ഥാനിൽ പറയുന്നത് ഓളെ ഇത് കാണണം മോനെ, ഓളെ ഇതല്ലേ ഈ ഒരു വീഡിയോ അല്ല. ഇപ്പൊ നമ്മൾ വലിയ വീഡിയോ ആക്കിയിട്ട് ഇടുന്നെങ്കിലോ ഓരോ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഏറ്റവും ടെൻഷൻ ഉണ്ടെങ്കിൽ ഓരോ ഈ പ്രൊഫൈല് കാണണം. എന്ത് മജ. പിന്നൊരു മുത്തക്ക് അറിയാലേ, മുത്തക്ക് നിങ്ങളെ കൊണ്ട് പട സ്വർഗം കിട്ടുന്നു. അമേരിക്കയിലെ മുത്തച്ചിപ്പി എടുത്ത് വെച്ച് വായിച്ചിട്ട് വന്നേക്കാണ്. അതായത് ഖുർആന്റെ ഓരോ ആയത്തുകൾ എടുത്ത് വെച്ച് എന്റെ പൊന്നുമാളെ നീ ആയത്തൊന്ന് വരണ്ട. എന്റെ പൊന്നുമാളെ പോയിട്ട് ഖുർആൻ വായിക്കാൻ നിൽക്കുന്നത് കിട്ടില്ല. തലക്കിത്തിരി ഓളം വെച്ചിട്ട് വായിക്കണം, തലക്കിത്തിരി ബോധത്തോടുകൂടി വായിക്കണം ഖുർആനൊക്കെ, എന്നാലേ അത് കിട്ടുള്ളൂ. അതിന് ഇവന്മാര് വളച്ചൊടിച്ച് വെച്ചിരിക്കുന്ന രീതി ശിർക്ക് ചെയ്താലും തെറ്റ്, എന്നാലും ഉമ്മയെ ഭോഗിക്കാം എന്നാക്കിയെടുത്തു. ഇവിടെ മാനിപ്പുലേഷൻ നടത്തുമ്പോ അന്തസ്സുള്ള മാനിപ്പുലേഷൻ നടത്തണം. ഈ ഇസ്ലാം അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്തറിയോ, ഈസിയാണ് ഇസ്ലാം. നിസ്കരിക്കാതിരിക്കാരും ദ്രോഹിക്കാതിരിക്കാൻ സിമ്പിൾ മതമാണ് ഇസ്ലാം. ഇസ്ലാം ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ശുദ്ധമുള്ളതുകൊണ്ടും ഒരു മുസ്ലിമിന്റെ പേരുള്ളത് കൊണ്ടും ഒരാൾ മുസ്ലിം ആകുന്നില്ല. കുറെ നിബന്ധനകളുണ്ട്, അതിന് പാലിച്ചിട്ട് ഇങ്ങനെ പോവാം. ഇതല്ല ഇങ്ങനത്തെ ഒരല്ല ചെന്ന് എന്താ പറയുക, ജാഹിലി എന്നല്ല നേര് ജാഹിലിങ്ങൾക്ക് വരെ കുറവായി പറഞ്ഞെങ്കിൽ വരെ പെടുത്താൻ കഴിയാ. ഇത് പറയണ്ട, ദീന് പറയണ്ട. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ എത്രയോ സംഭവം ഞാനിത് ഒന്നല്ല ഇത്ര ഉണ്ട്. മനിതല്ല മുത്തക്കി പിന്നെ കുറെ ഉണ്ട്. പിന്നൊരു മുത്തക്കി പോയി, പിന്നൊരു മുത്തക്കി. ഇതല്ല ഈ ദീൻ ഇങ്ങനെ സംഭവം. ശരി, ദീന ഇതെല്ലാം പെണ്ണിന് ആരുമില്ലാതെ അനാഥരാണ്. തിന്നാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി, ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് അവളെ പിടിക്കുകയോ അല്ലെങ്കിൽ അവളുടെ അടുത്ത് മോശമായി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താ അടിയെന്ന് ചോദിക്കും. എന്റെ പൊന്നു മക്കളെ, ഈ ദീനിനെ പറ്റി നിങ്ങൾ പഠിക്ക്, ഒന്ന് അറി. മുസ്ലിമുകൾ എന്ത്, മുഹമ്മിൻ എന്ത്, മുത്തക്കിങ്ങൾ എന്ത്, തക്വ എന്ത്, ഈമാൻ എന്ത്, ഇതെല്ലാം അറിയാത്ത ഞമ്മ പണ്ണി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇസ്ലാം മതം അങ്ങനെ, ഇസ്ലാം മതം ഇങ്ങനെ, എന്ത് അവസ്ഥ പോയി നിങ്ങളത്. മദ്രസിൽ പോയി പഠിക്കണം, പഠിക്കാതെ ഇപ്പൊ ഇനി പറഞ്ഞ ഞാൻ മദ്രസിൽ പഠിച്ചത് ഖുർആൻ ഒന്നുണ്ട്, അത് ഞാൻ കിട്ടിയിട്ടില്ല. ഖുർആൻ ഒന്നും എന്തുകൊണ്ട് പൈ അത് ഞാനിമ്മ അതില്ല ഇവിടെ ഉണ്ടാവണം. പിന്നെ കുറെ ഉണ്ട് ഇങ്ങനത്തെ എത്ര മോനെ പിന്നൊന്നുണ്ട്. ഇതിപ്പോ ഒരാൾ വാദിച്ചു പോയി, ഉസ്താദ് എന്തോ കമന്റ് ഇട്ട് നിനക്ക് ഒരു വാർത്ത പോലും അറിയില്ല, ഇതറിയില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ്. ഈ മുത്തക്കി കാലിയത് കാലി ഓതിയില്ലേ, കാലി ഓതി കണ്ടാ, സ്വർഗം ഫിക്സ് കണ്ടാ. ആര് സസ്യായി, നീയാ ഞാനാ? അതാണ് സംഭവം. ആ കറക്റ്റ് അല്ലേ? അപ്പൊ എന്തിനാ, അപ്പൊ ഇതിനെന്ത്, അതിന് പടുചായിരുന്നല്ല, ഇത് എന്ത് ചെല്ലേണ്ട എനിക്കറിയുന്നില്ല. പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ചെയ്യുന്നവരെ വീണ്ടും വീണ്ടും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അർത്ഥം ഖുർആന് വിത്തടക്കം അർത്ഥം എന്ത് ചെയ്യാന്ന്. ഇനി എന്ത് ഇതിനെപ്പറ്റി നമുക്ക് എന്ത് പറഞ്ഞ കാര്യമില്ല. നമ്മള് നാല് കൊടുക്കാന്നല്ലാതെ ഇതൊന്നും ഒരിക്കലും മതിയാക്കുന്നതോ അല്ലെങ്കിൽ ഓർക്ക് റീച്ച് വേണം. എന്തെങ്കിലും ആയിട്ട് മതത്തിനെ പറഞ്ഞിട്ട് എങ്ങനെയായിട്ട് റീച്ച് കിട്ടണം, നാലാൾ അറിയപ്പെടണം, അതേ ഉള്ളൂ. ഒരിക്കലില്ലേ നിങ്ങയില്ലേ തട്ടിട്ട് നിങ്ങ ഈ തട്ടിട്ടിട്ട് ഇസ്ലാമിനെ പറ്റിട്ട് പറയണ്ട. എന്താ പറയുക, പറയുന്നവർ പറയും എന്താവശ്യം എന്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ കുറേ നിരീശ്വരവാദികൾ നിങ്ങൾ കമന്റ് ഇടുന്നു, നിങ്ങൾ കുറേ സംഘികൾ കമന്റ് ഇടുന്നു, നിങ്ങൾ ഭയങ്കര ആളാണ്, നിങ്ങൾ ഭയങ്കര ഇതാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള അങ്ങനെ. ഭായി ഓരോരാൾ ഓരോരോ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഒരുത്തന്നെ ദ്രോഹിക്കാൻ വന്നെങ്കിൽ പോകാൻ ദ്രോഹിക്കണം നമുക്ക് കേൾക്കാം. ഏതെങ്കിലും ഒരു പള്ളി ജമാഅത്തോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ ആരെങ്കിലും പുരയിൽ വന്നിട്ട് നിങ്ങൾ മുസ്ലിമാണോ, നിങ്ങൾ അങ്ങനെ ജീവിക്കും കാല, നിങ്ങൾ ഇങ്ങനെ ജീവിക്കും കാല ആരെങ്കിലും പറഞ്ഞിനാ, ആരെങ്കിലും എതിർ നിൽക്കുന്ന ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി പോയി. ഇസ്ലാമിന് ആകുമ്പോൾ കുറേ നമുക്ക് കുറേ നിബന്ധനകൾ അത് നമ്മൾ പാലിച്ചേ പറ്റും, എന്നെങ്കിലേ മുസ്ലിം ആവും. നമ്മൾ തന്നെ ഇൻസൾട്ട് ആക്കുന്നു കച്ചറാക്കുന്നു ബന്ധനൊന്നുമല്ല. ഇതെല്ലാം കാണുമ്പോൾ സൗകര്യമൊന്നുമില്ല. ഇപ്പൊ കണ്ടവരെല്ലാം ശരിക്കും കമന്റ് ഇടും, അതൊക്കെ അറിയും എന്താവും. അപ്പൊ ഇല്ലേ പിന്നെ ഒരു മതേതരവാദി വരുത്തുണ്ട്. എങ്ങനെ മുസ്ലിമോ ഇപ്പോ ഈ പാകിസ്ഥാനിലേക്ക് പോകുന്ന ചെല്ലെങ്കിൽ അവൻ മതേതരവാദി ഒരു കമന്റ് വലിയ ഭായി എന്ത് ഞാൻ ചെല്ലണ്ടേ പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ ആരുത്തടോ നിക്ക് ഇത് രാജ്യം ആരുതാ ഇത് മുസ്ലിം നാമധാരി ഓന്റെ കമന്റ് അല്ലെങ്കിൽ കാണും. ഞാനിപ്പോ ഈ കുറച്ചും വെച്ചിട്ടാകുമ്പല്ലോ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഓരോ പ്രൊഫൈലിലേക്ക് പോയിട്ടില്ല നോക്കിയിട്ട് കമന്റ് കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഈ മുത്തക്കിങ്ങളെ എന്ത് ഇമാം എന്തെങ്കിലും കാളിയോളെല്ലാം ഇല്ലേ, പെണ്ണുങ്ങൾ കാളിയോളെല്ലാം നിങ്ങൾ പോകണം. എനക്ക് ഓരോന്ന് കാണിക്കൊണ്ട് ഒരു ചങ്ങായി ഉണ്ടോ ഓൻ ഭയങ്കര ഇതാ
സപ്പോർട്ട് ചെയ്താണ്ട് കമന്റ് ബോക്സിലൊക്കെ കുറെ ആൾക്കാർ അവരുടേതായ ഇഷ്ടങ്ങളല്ലേ, ആ ഇഷ്ടം ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ നടക്കൂല. അത്ര വലിയ ചിന്താഗതിയും ഭയങ്കര വിശ്വാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുസ്ലിം രാജ്യത്ത് പോയിക്കോളി, അത്യാവശ്യം അത്ര നിർബന്ധമായി പാകിസ്ഥാനിൽ പോയിക്കോളി. ജിമ്മ് മാത്രല്ല, ഒരു മതക്കാര് സ്പെഷ്യലി കാണ്ടുള്ള ഒരു ജിമ്മും ഒരു അണ്ടിയും. എന്റെ പൊന്നു മോനെ, നീ ഇല്ലേ വലിയ കണക്ക് കൈനിൽ, നീ ഇല്ലേ മുസ്ലിം തന്നെ, നീ മുസ്ലിം അല്ലാന്നല്ലേ നീ നാളെ കത്തി എടുത്തോണ്ട് വരുമല്ലേ, തളവ് എടുത്തോണ്ട് വരും. അതിനെ കൊണ്ട് ആ മുസ്ലിം തന്നെ നോക്കിയാ ഈ മുസ്ലിം അവന്റെ ഇഷ്ടപ്രകാരം ആക്കുന്നളിയാ. എനിക്ക് വേണമെങ്കിൽ നീ പോ, നിന്നെ ആര് പിടിച്ച് കാലും കൈയും കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ജിമ്മിന് പോന്ന് പറയുന്നില്ലല്ലോ. ഓന്റേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഷോർട്സ് ഇട്ടാള് ഓന് കയറ്റിയില്ല, അവിടെ മ്യൂസിക് വെക്കില്ല, അത് ഓന്റെ ഇഷ്ടം. നിക്ക് വേണമെങ്കിൽ നീ പോയാൽ മതി, അല്ല നീ പോണ്ട. നിന്നെ ആര് തച്ച് പറഞ്ഞിട്ടാലോ. അവനാണ് പൈസ ഇറക്കുന്നത്, അവന്റെ സ്ഥാപനം, അവന് ഇഷ്ടം. അവർക്ക് പോകുന്നവർ പോകും, പോകാത്തവർ പോകണ്ട ഇഷ്ടം. ഇപ്പൊ ഈനെ വന്നിട്ട് നീ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നതിന് അവന്റെ പൈസ മുടക്കിട്ട് പൊട്ടിട്ട് കച്ചവടം അങ്ങ് പോണ്ട. നീ ഓന്റെ ഓപ്പോസിറ്റ് ഇട്ടിട്ട് വാ, പാട്ട് നമ്മ വെക്കാന്നല്ല പറഞ്ഞു. നീ അങ്ങനെ ഒരു വീഡിയോ ഇട്, അന്ന് കാണുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ ആക്കി അങ്ങനെ ഇട്, അങ്ങനെ ആക്കണം. അതാണ്. അല്ലാതെ നിങ്ങൾ പാകിസ്ഥാനിൽ പോ, നിങ്ങൾ ആടെ പോ, നിങ്ങൾ ഇവിടെ പോ. പാകിസ്ഥാനിൽ മാത്രമേ മുസ്ലിം ഉള്ള, എല്ലാ രാജ്യത്തുണ്ടോ മുസ്ലിം? ഞങ്ങൾ പാകിസ്ഥാൻ മുസ്ലിം അല്ല ഭൈ, ഞങ്ങൾ ഇന്ത്യന്റെ മുസ്ലിമുകൾ. പിന്നൊരു കാര്യം, ഞങ്ങൾ സൗദിയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, പാകിസ്ഥാനല്ല. നബിന്റെ നാട് മക്ക മദീന. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ആക്കുന്നത് ഞമ്മ ഇന്ത്യക്കാരനാണ്, അതൊന്നും വന്നു മാത്രം നിങ്ങൾ ദീന് പറഞ്ഞു കൊടുക്കൊണ്ട് മാത്രം. പിന്നെ അല്ല, നിങ്ങൾ ഈ മുത്തക്കിങ്ങളെ ഞാൻ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കാളി കാളി മുത്തഖറബത്താത്തുൽ ഖാളി, പിന്നെ മീലാദിനെ പറ്റിട്ട് പറഞ്ഞു. അയ്യവ ഇതാണോ നബിയെ സ്നേഹിക്കുന്നത്? ഇങ്ങനെയാണോ നബിയെ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാഥയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ഇതില്ലേ ഈ ലിക്കില്ലേ മറ്റേ നമ്മളെ ആലപ്പുഴയിലെ ഉസ്താദ് ഇല്ലേ, അസർ ഉസ്താദ് കറക്റ്റ് മറുപടി കൊടുത്തു. അപ്പൊ ഞമ്മ പറയുന്നില്ല, ഞമ്മ പറയുന്നത് നീയല്ല പൊന്നുമോളെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും, ഞങ്ങൾ ഇതാണ് അതാണ്. അവർ ഇഷ്ടം പോലെ അവർ ചെയ്തിട്ട് പോയി, ഇല്ല നിനക്ക് എന്ത്? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരു കാര്യത്തിൽ എത്ര പാവപ്പെട്ട ആളെ സഹായിക്കുന്നുണ്ടെന്ന് നീ നോക്കാം. എത്രയോ പറഞ്ഞു കുറച്ച് മൂളയിൽ കുറച്ച് പേരും ലൈറ്റ് കത്തും. ഈ മുസ്ലിം എന്തെന്നറിയാത്തത് നമ്മളങ്ങനത്തെ പടുജായിലിങ്ങളില്ലേ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേറിട്ട് വരുന്നു. ഒരു മിനിറ്റ് പിന്നൊന്നുണ്ട്, പിന്നെ ഇല്ലേ, പിന്നെ ഞമ്മളെ ഈ അമ്മായിന്റെ മജുള്ള റവൈ ഓളന്നെ മജുള്ള ഓള് ഒരു മിനിറ്റ് ഇങ്ങനെ കുറെ ആള് പറഞ്ഞു. ഇനിയിപ്പോ കുറെ അന്നേരം നമുക്ക് മതേതര സൗഹാർദ്ദം കിട്ടും. മതേതര ഇതൊക്കെ ഞാൻ പറയുന്ന മറുപടി. ഉത്സവമായിട്ടുള്ള ഓണം എന്നുള്ള സെലിബ്രേഷൻ നടക്കുമ്പോ നമ്മളെ പോലെയുള്ള മക്കൾ അതിൽ പങ്കെടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ട് ഉസ്താദേ. നീ സങ്കടം വരേണ്ട പൊന്നുമോളെ, ഞാൻ നിന്നോട് പറയട്ടെ ഒരു കാര്യം. ഇത് പറഞ്ഞാരെന്നറിയോ? മുത്തക്കിങ്ങളോടും മുഹമ്മിനിങ്ങളോടും മുസ്ലിമുകളോടാണ്. നിന്നോടല്ല നമ്മളെ ജാഹിലിങ്ങളായ ജാഹില കാളി നിങ്ങളോടല്ല അത് പറയുന്നത്. അത് പറയുന്നവർ ഇതെന്തറിയോ? ഇപ്പൊ നീ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ഈ മഹാബലി ആരി ഒരു ബ്രാഹ്മണാണ്, പച്ചക്കറിയാണ് കൂട്ടുന്നത്. എനിക്കിപ്പോ ഇത് കൊണ്ടുവന്ന് ചിക്കനെല്ലാം കൊണ്ടുവന്ന് തിന്നതിലൊരു ഷോ ആയിട്ടെല്ലാം മാറിയിനി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വന്ന കാലത്ത്. ഞാൻ പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞത് അങ്ങനൊന്നും ഇല്ല. എന്റെ കാലഘട്ടത്തിൽ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ചിക്കൻ അപ്പൊ പച്ചക്കറി മാത്രമേ കൊണ്ടുവന്നു. പിന്നെ ഈ അത്തം 16 16 അങ്ങനത്തെ ഇങ്ങനത്തെ ഉണ്ട്. നമ്മളെ ഷവ്വാല് ഇതില്ല അങ്ങനത്തെ ഒരു ടൈം ഉണ്ട്, ഒരു മാസം ഉണ്ട്. അത് അവർ ഫോളോ ആക്കിയിട്ട് അവർ അമ്പലത്തിലേക്ക് വന്നു. ഞമ്മ പോന്ന അത് അമ്പലത്തിലേക്ക് വന്ന് അത് പോണോ? അതൊരു ആചാരാണ്. ആ ആചാരം കൊണ്ടുവരണം. ആരോട് പറഞ്ഞ? നമ്മളങ്ങനത്തെ ജൈലിങ്ങളോടല്ല പൊന്നുമോളെ. അത് പറഞ്ഞാൽ മുത്തക്കിങ്ങളോട് നിങ്ങൾ പോകണ്ട, അങ്ങനെ പോകണ്ട, നിങ്ങൾ ഇതാക്കണ്ട, ആചരിക്കണ്ട, നിങ്ങൾ ചോറെല്ലാം വെച്ചോളി. ചോറ് വിഷയമൊന്നും അല്ല, ചോറെല്ലാം വെച്ചോളി എന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാ മക്കൾ ഇങ്ങനെ തുള്ളുന്നേ? അത് മുസ്ലിമുകളല്ലേ പറഞ്ഞേ? നീ എന്ത് സംഭവം? ഉസ്താക്കന്മാർ ഉസ്താദ് പറഞ്ഞ വിശ്വസിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അവർ ദീനല്ലേ പറയുന്നത്. അവർക്ക് പറയാനുള്ള ഇത് മദ്രസിന്റെ ബാക്ക പോലും കാണാതെയോളാണ് ഇത്ര വലിയ പഠിച്ചൊരു പണ്ഡിതനെ ഊക്കാൻ വരുന്നത്. എങ്ങനത്തല്ലോ എത്തിയതല്ലോ. ആ ഉസ്താക്കന്മാരല്ല നിങ്ങളെ പറയുന്ന ഈ സ്ക്രീനിട്ട് പറയുന്നില്ലേ, 3 മണിക്കൂറിന്റെ ഒരു പ്രസംഗമാണ്. ഈ 3 മണിക്കൂറിൽ പറയുന്നതിനില്ലേ, നിങ്ങൾ 3 സെക്കൻഡ് ക്ലിപ്പോ 1 സെക്കൻഡ് ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പില്ലേ, ഈ കാണുന്നവരും കേൾക്കുന്നവരില്ലേ പൊട്ടന്മാരല്ലേ നമ്മുടെ പ്രസംഗം കേൾക്കുന്നത്. എന്താ അതിനപ്പുറം ഇപ്പുറമുള്ള സംഭവം ഉണ്ട് പൊന്നുമോളെ. നിന്റെ ഇപ്പൊ പകുതി ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടെങ്കിലേ കഥ മാറും, സ്വാഭാവികം. അതല്ലേ അത് ഫുള്ള് കേൾക്കണോ? ഇസ്ലാം പറയേണ്ടത് തന്നെ വരുന്നു മക്കളെ. അത് തീവ്രവാദമല്ല, അത് ഭീകരവാദമല്ല. പിന്നെ ഇസ്ലാമിന്റെ കറക്റ്റ് ചിന്തിക്കും. മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല. മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം മാത്രമാണ് ഇസ്ലാമിലുള്ള. കറക്റ്റ് മനസ്സിലാക്കി. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അവർ പൂജാക്കുന്നതോടെ വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവർ പൂജാക്കാൻ പറ്റുമോ?
അത് മതസൗഹാർദ്ദം കാണിക്കാൻ പറ്റില്ല. മനുഷ്യ സൗഹാർദ്ദം. നമുക്കൊന്ന് രോഗം വന്നു, ഇത് വന്ന് അപ്പുറം ഇപ്പുറം ഫുഡ് നമ്മുടെ പുരയിൽ വെച്ചിന് അപ്പുറത്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് ഫുഡുണ്ട് ഇപ്പുറത്ത്, അതെല്ലാം കൊടുക്കുക. അതെല്ലാം മനുഷ്യ സൗഹാർദ്ദം. അതാണ് നമുക്ക് വേണ്ടത്. മതങ്ങൾ മതത്തിന്റെ വൈക്ക് വിടുവായി. മതസൗഹാർദ്ദം എങ്ങനെ വേറെ വിട്, മതം വേറെ വിട്, കൂടി ഇങ്ങനെ ആക്കണ്ട. ഇപ്പൊ നിങ്ങ ഇസ്ലാം പരമായിട്ട് ഭയങ്കര നിന്നിട്ട് ഉസ്താക്കന്മാർ എന്നങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് വാദിക്കാം, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അംഗീകരിക്കാം. ഇത് എന്ത് സംഭവം? നിങ്ങൾ ലിഫ്റ്റിക്ക് പാടില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോ ലിഫ്റ്റിക്ക് പാടില്ല, തട്ടിട്ടൂടാ, ഇതെല്ലാം എന്ത്? അല്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുവായി, പക്ഷെ ദീനിയായിട്ട് ജീവിക്കുന്ന ആള് ദീനിയായിക്ക് വിട്, ഓരോ വൈക്ക് വിട്, നിങ്ങൾ നിങ്ങളെ വൈക്ക് നോക്ക്. അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് കമന്റ് ലൈക്കെല്ലാം വേണം, നമ്മളും തരാം. മാത്രം നിങ്ങൾ തട്ട് ഇപ്പൊ ഡാൻസ് ആക്കുന്ന ഇസ്ലാമിന്റെ ഇല്ലേ വേഷം കെട്ടിട്ട് പോയിട്ട് കോപ്രായങ്ങൾ ചെയ്യണ്ട. അത് അവർ ചെയ്യട്ടെ. ആര്? മതമുള്ളവർ മതമുള്ളവർ അവർ ഇസ്ലാമിന്റെ തട്ടിട്ട്. ഇപ്പൊ എ റഹ്മാന്റെ മോഡലുണ്ട്, അവ ഇന്നും ഒരാളെ മുഖം കണ്ടിട്ടില്ല. പിന്നെ ഒരു നടിയുണ്ട്, ഒരു മോഹിനി, അങ്ങനത്തെ ഒരു തമിഴ്നാട്ടിൽ എന്തൊരു പേരുണ്ട്. അത് അവർ ഇഷ്ടമാണ്. ഇപ്പൊ റഹ്മാൻ എന്തെങ്കിലും എതിർത്താ, റഹ്മാൻ മ്യൂസിക് പാട്ടെല്ലാം പാടുന്നുണ്ട്, ഇതാക്കുന്നു, ഫിലിമെല്ലാം ഇതാക്കുന്നു, സ്റ്റേജ് ഷോ എല്ലാം ആക്കുന്നു. അവളെ മോളാൻ വിട്ടില്ല, അവങ്ങ വിട്ടോ. അവർ എന്താക്കട്ടെ, നീ നിന്റെ ആൾക്കാര്, നീ മതത്തിനെ പറ്റി നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു എങ്ങനെ മതത്തിനോ ഇത് പറഞ്ഞു. ഇതല്ല ഈ മുത്തക്കിങ്ങളെ ഈ വീഡിയോ എല്ലാം കാണുമ്പോ ഇല്ല എനക്ക് നമുക്ക് എന്ത് പറയണം. അത്യാവശ്യമുള്ള റീച്ചിനും പാടില്ല. ഇപ്പൊ ഒരു ഹിന്ദു മതത്തിനോ ഒരു ക്രിസ്ത്യാനി മതത്തിനോ എന്തൊരു മതത്തിനോ തൊടാൻ പോണ്ട. നിങ്ങൾ ഞമ്മക്ക് വിവരം ഉണ്ടായതുണ്ട്, ഓക്കെ. എന്തിന് എന്ത് ആവശ്യം? ഇത് നേരെ മറിച്ച് നിങ്ങൾ സംഘികളെ മേൽക്ക് നിങ്ങൾ കേറിയല്ലോ മക്കളെ, കേറി എന്താ റീച്ച് ഉണ്ടാവല്ല. നല്ല റീച്ച് കിട്ടുമല്ലോ, ഇവർക്ക് റീച്ചല്ലേ വേണ്ടത്, അല്ലാതെ ഭാരമില്ലല്ലോ. നിങ്ങൾ സംഘികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞമ്മക്കില്ല. എന്തറിയോ, ഈ ദളിതുകൾ എന്തെല്ലോ ആക്കുന്നു, മുസ്ലിമിന് എന്തെല്ലോ ആക്കുന്നു സംഘികൾ. അതിനെല്ലാം കേക്ക് നിങ്ങ ഇതിന്റെ മുസ്ലിമങ്ങളാക്കുന്നു. ഉസ്താദ് ഇങ്ങനെ പറയുന്നു, ഉസ്താദ് ആരോട് പറയുന്നത്? അതിനെല്ലാം റീച്ച് കിട്ടൂ, ഇവർക്ക് ഹൈപ്പായിട്ട് പോണമല്ലോ, അല്ലാതെ കാര്യമില്ലാത്ത കാര്യം ഇവർ പറഞ്ഞിട്ട് ഇവർക്ക് എന്താക്കാൻ. സുബ്ഹാനല്ലാഹ്. ഈ ഉസ്താദ് പറയുന്ന ആരോടാണ് പറയുന്നത്? ഈ ഉസ്താദ് പറയുന്നില്ലേ, ഇത് നമ്മളത്തെ കാര്യങ്ങളല്ല, മുത്തക്കിങ്ങള് പിന്നെയും എന്ത് തക്കുവ കൂടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. തക്കുവ കൂടണോ? നമ്മൾ റീചാർജ് ആയിക്കൊണ്ട് വേണമെന്ന് പറയുന്നില്ല, എന്താ ചാർജ് ആയിക്കൊണ്ട് വേണമെന്ന്. അങ്ങനെ തക്കുവ കൂടാൻ വേണ്ടിട്ട് മൂമിനികളോട് പറയുന്ന വാക്ക്. അനക്ക് ഈ കാതികളെല്ലാം കാണുമ്പില്ല, എനിക്ക് എന്ത് തോന്നുന്നത്? ആടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങളും പിന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്യും, വട്ടത്തിലും നീളത്തിലും ഒക്കെ നിന്നിട്ട് അവർ ഡാൻസ് ചെയ്യും, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷം തച്ചിട്ട്, മനസ്സിലായില്ലേ? അതുപോലെ എന്റെ പൊന്നുമോന, ഈ പരമ്പരാഗത വേഷം ഇസ്ലാമിന്റെ വേഷം മോനത്. എന്താ നിങ്ങളെ പറഞ്ഞത്? ഇസ്ലാം ഈ കാലി മദ്രസില പാടെടുക്കുന്ന പോയിട്ടാന്ന് തോന്നുന്നു. അല്ല റബായി, ഒരു മിനിറ്റ്, ഞാൻ ഒരു ചോദ്യം കേൾക്കൊണ്ട്. ഇതില്ല ഇങ്ങനെല്ലാം ഒരു മതത്തിന് ഉസ്താദിനെ തങ്ങന്മാരെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പറയുമ്പോ ഒരു ഈ കുടുംബത്തിൽ ഇപ്പൊ നീ എന്തെങ്കിലും വന്നിട്ട് എളാമാനോ മൂത്തമാനോ കാക്കാനോ നിന്നെ വിളിച്ചു വിട്ടില്ലേ? എളാമാനോ മൂത്തമാനോ സ്വന്തക്കാരൻ വിട്, പിന്നത്തെ വിഷയം. ഒരേ ഉമ്മാന്റെ പിന്നത്തെ വിഷയം. എളാമാനോ മൂത്തമാനോ അടിക്കാല്ലേ? ഉറപ്പല്ലേ? എന്റെ അങ്ങനെ. അപ്പൊ ഈലേക്ക് ഇങ്ങനെ കുടുംബവും കാര്യങ്ങള്, അമ്മാവന്റെ മക്കള്, മൂത്തമ്മാന്റെ മക്കള്, നമ്മളൊരു സിഗരറ്റ് വലിക്കാനായില്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന കണ്ടെങ്കിൽ ഇന്നും വലിക്കുന്നുണ്ടെങ്കിൽ മൂത്തമാര് ഏടാപ്പന്റെ അവരുടെ മക്കൾ വന്ന് ചൂടാന്നില്ല പൈ. ഇന്ന് ഇവ വലുതായല്ല, ഇപ്പോഴും ആ പയ്യയിലുണ്ട്. അപ്പൊ ഓർക്ക് ഈ കുടുംബവും കാര്യങ്ങളും എന്തില്ല, എല്ലാം കണക്കായിരിക്കും, ഒന്നിനൊന്നിന് മെച്ചായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കുന്നത് എന്ത് ഓരോ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പിടിച്ച് മദർസിലയക്കണം, ദീനി വരെ പഠിക്കാൻ വിടണം. അല്ല ഈ ഉമ്മ ഉപ്പ ഇങ്ങനെ ഓരോ ഉമ്മ ഉപ്പ ദീനില്ല ഇങ്ങനെ ആയിട്ട് മദ്രസ ഇങ്ങനായി. എളാമ മൂത്തമ്മ അമ്മായിന്റെ മക്കയില്ല. അപ്പൊ അവരും കുറച്ചും ഇതുള്ളവരില്ലേ? ഇത്ര വലിയ ഉസ്താദിനെ പറയുന്ന ഇവർക്ക് ഇവനെ എന്ത് മൂത്തമ്മ എന്ത് മൂത്ത അതല്ല നോക്കണ്ടു. ഇത്ര വലിയ അല്ല മക്കളെ, നിങ്ങളെ കുടുംബത്തിൽ ആരും കേൾക്കുന്നവരില്ലേ ഇങ്ങനെ വന്ന് ദീനെ പറയുമ്പോ നിങ്ങൾ ഡാൻസോ കൂത്ത നിങ്ങളെ സ്വാതന്ത്ര്യം നിങ്ങൾ എന്ത് വേണം കഴിക്കും? അതല്ല, ഇസ്ലാം മതത്തിനെ പറയുമ്പോൾ നിങ്ങൾ ഒരു ഇസ്ലാം എന്നുള്ളത് നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ മുസ്ലിമോ ഞാനും മുസ്ലിമോ ഞാൻ ഇസ്ലാമോ എന്റെ കുടുംബം എന്റെ കാക്ക അമ്മ ഉമ്മ ഉപ്പ എന്നെല്ലാം പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് കുടുംബം ഇല്ലേ? ഞാൻ കാര്യം ചോദിക്കുന്നത്, അവരൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ലേ? ഒറ്റ ഒരു ആണായിട്ട് പറഞ്ഞത് നിങ്ങൾ കുടുംബത്തിൽ ഇസ്ലാമിന്റെ ആണായിട്ട് പറഞ്ഞ ആരെങ്കിലും ഒരു തക്കുള്ള ഒരു ഈമാനുള്ള ഒരു മുസ്ലിം ആരും ഇല്ല. ഇതിനെ പറ്റിട്ട് പറയാനോ കേൾക്കാനോ ഒന്നും. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ 2026 ഇന്ന്, ഇത് 2026 കറക്റ്റ് ചിന്തിക്കണം. അല്ല 2026 2 ആഗസ്റ്റിലാണ് ഈ 2000 ഇന്ന് 15 ആഗസ്റ്റ് 15 അവന്. അപ്പോ ഇങ്ങ കറക്റ്റ് ഈ 2026 ഈ 2060 നമ്മൾ ജീവിച്ചിരിക്കുന്നു ഒരു ഉറപ്പില്ല. നാളെ ജീവിക്കുന്ന ഉറപ്പില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ 2100 ഞമ്മ ഉണ്ടാവല്ല ഈ മണ്ണിൽ 110%.
എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വയസ്സത്തായി എത്ര വരെ ജീവിക്കാം? 50 വയസ്സെന്നുള്ളിൽ ഇപ്പോൾ പോകുന്നു. പണ്ടെല്ലാം നല്ല ആയുസുണ്ട്, ഇനിയിപ്പോൾ ആൾക്കാർക്ക് ആയുസില്ല. പണ്ടെല്ലാം എൻ്റെ ഉമ്മയുടെ ഒപ്പെല്ലാം കൂടിയിട്ട് കുറെ കിടത്തത്തിൽ ആൾക്കാർ നോക്കാൻ പോയിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ കിടത്തത്തില്ല, എല്ലാം പെട്ടെന്ന് മരിച്ചിട്ട് പോകുന്നു. അങ്ങനത്തെ ദുനിയാവിൽ എന്തെങ്കിലും സൂപ്പർ ഫാസ്റ്റ് സർവീസ് ആർക്ക് വേണ്ടിയിട്ട് എപ്പം പെട്ടെന്ന് അല്ലാക്കട്ടെ എല്ലാവരും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തിനു, ആർക്ക് വേണ്ടിയിട്ട്? പിന്നെ ഒരു കാര്യം എന്ന് വിചാരിക്കണം, കഴിഞ്ഞ കൊല്ലം 2025 ഈ ആഗസ്റ്റിലെ ഈ രേണു സുധി എന്നൊരു പെണ്ണറിയോ, മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള രേണു സുധി, ഇത് പറയുന്നല്ല, ദീർഘായുസ് കൊടുക്കട്ടല്ല അല്ലെ, കൊണാക്കിട്ട് അത്രേ പറയാം. ആ പെണ്ണില്ലേ കഴിഞ്ഞ കൊല്ലത്തെ ലൈഫ് നോക്കിയാൽ എല്ലാവരും കണ്ടിനാ, കഴിഞ്ഞ കൊല്ലത്തെ ലൈഫ് കണ്ടിനാ. പിന്നെ അവളെ എടുത്തിട്ട് കൊടയാതെ ആരെങ്കിലും പിന്നെ അവളെത്ര സൂയിച്ച്, അവൾ എന്നെ ചോദിച്ചോ ജീവിച്ചിരിപ്പുള്ള ആള്, അവൾ സൂയിച്ചിട്ട് ദുബായിൽ ദുബായിൽ വന്നിട്ട് ഫുൾ എൻജോയ്മെന്റും അതും ഇതും ട്രോളും കാര്യങ്ങളും നല്ല പൈസ കാര്യങ്ങളും നല്ല അടിച്ച് പൊളിച്ച് മജാക്കിട്ട് ജീവിച്ച പെണ്ണില്ലേ ഇപ്പോഴാണെന്നറിയോ ബെഡിൽ. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ അടുത്ത കൊല്ലം എങ്ങനെയാവും, ഞാൻ എന്ത് നിങ്ങൾ കാണുന്നവരെന്തെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ദുനിയാവിൽ ഞമ്മൊരാളെ കുറ്റപ്പെടുത്തിയിട്ട്, ഒരു മതത്തിനെ കുറ്റപ്പെടുത്തിയിട്ട്, ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ട്, ഉസ്താദിനെ ഉപ്പാക്കല്ല് വിളിക്കുന്ന വൈ, ഉസ്താദ്മാർ പ്രസംഗിക്കുന്ന ഞമ്മക്ക് വേണ്ടി ജാഹിലിങ്ങൾക്കല്ല വൈ, പുസ്തകങ്ങൾ മൂമിനിങ്ങൾക്ക്. പിന്നെ ഞാൻ ചെല്ലുന്നത് നീ ഇടപെടുന്നേ, പണ്ട് ജാഹിലിങ്ങൾ നിങ്ങൾ ഇടപെടുന്നേ ഉക്കുറവായി. അപ്പൊ ഞമ്മയില്ലേ ശരിക്കും കാര്യം ഞാൻ ചെല്ലുന്നത് ഇങ്ങനെ കുറെ വീടുണ്ട്, ഞാൻ ഇനിയും വരാം. ഓക്കെ, ഇതൊന്നല്ല ഇങ്ങനെല്ലാം പറയാൻ പാടില്ല. നമ്മളെ ആയുസ് നമ്മൾ ചിന്തിക്ക്. ആ രേണു സുധീനെ എല്ലാവരും കണ്ടല്ലേ സോഷ്യൽ മീഡിയ ഈസാക്കുന്നല്ലോ, ലൈഫല്ലേ ഒരു ദിവസം മതി ഒരാളെ ജീവിതം ഇല്ലാതാവാൻ, അത്രേ ഉള്ളൂ. ഇനി ആര് ജീവിക്കും എന്താ അത് ചിന്തിച്ചിട്ട് നിങ്ങൾ മജ്ജാക്കി ജീവിച്ചോളി. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരും ഇസ്ലാമിലേക്ക് ആരും വിളിക്കുന്നില്ല. ഇസ്ലാമിലില്ലേ നിങ്ങൾ കള്ളു കുടിച്ചോ, നിങ്ങൾ പെണ്ണ് കുടിച്ചോ, എന്നിട്ട് മരിച്ചെന്ന് വിചാരിച്ചോളാം. വിചാരിക്കുന്നോടെയോ കള്ളു കുടിക്കുന്നോടെയോ എന്തായാലും നീ മരിച്ചെന്ന് വിചാരിച്ചോളാം. കബറെടുക്കാം, ഇസ്ലാമിൽ കബറെടുക്കും. നീയും അള്ളാഹു മാത്രമേ ഉള്ളൂ, ലെക്കും ദീനിക്കും വലിയ നീയും അള്ളാഹു ഉള്ളത്. പക്ഷെ ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമല്ലേ കബറെടുക്കാൻ പറ്റാൻ അറിയോ? ഒരു കാര്യത്തിൽ മാത്രം പള്ളി ജമാഅത്തോ കമ്മിറ്റി ആരും എടുക്കാതെ, ഉസ്താദോ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഭവമാണ് ഒരുത്തൻ്റെ അമാനത്ത്, കടം ഉണ്ടാ മയ്യത്ത്. ഒരാൾ ഏറ്റെടുക്കുന്ന മക്കളോ കുടുംബക്കാരോ ഏറ്റെടുത്തെങ്കിൽ ആ മയ്യത്തിന് എടുക്കും. അപ്പൊ അതാണ് ഇത് നിങ്ങൾ വന്നിട്ട് ഈ മുത്തക്കിങ്ങളെ ആൾക്കാർ വന്നിട്ട് എനിക്കെന്ത് കാളി ഇട്ട പേരിടാ, കാളികൾ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഈ മുസ്ലിമിന്റെ പേരും ചൊല്ലിട്ട് എന്ത് ഈ കാളി പറയുന്ന കേട്ടിട്ട് ഇപ്പോഴത്തെ ഈ അറിയാതെ പിള്ളേരും കണ്ടിട്ടാകുമ്പോ ഇതന്നല്ലേ പറയുന്നത്. ഇത് നമ്മളോ ഇങ്ങനായി ബാക്കിയുള്ള എന്തിനേന്ന് ബുദ്ധിപ്പെടുത്തുന്ന നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോളി. നിങ്ങളാരും ദീനി പറയാനോ ഇത് പറയാനോ, ആ നിങ്ങളോട് ദീനി ഞങ്ങളിങ്ങനെ കളിക്കുമ്പോൾ വന്നെങ്കിൽ അവർ പെട്ടു എന്താ പറയുന്നത്. നിങ്ങളെ ഈ വീഡിയോ എല്ലാം കണ്ടിട്ടില്ലേ, മറ്റേ കുറെ ആൾക്ക് പിള്ളേരല്ലേ ചിന്തിക്കുന്നു, ചെറിയ പിള്ളേർക്ക് ബുദ്ധിയില്ല, അവരെന്തല്ലോ ചിന്തിച്ചിട്ട് വൈമാറിച്ചിട്ട് പോന്നു. ഇത്ര വില വീഡിയോ എല്ലാം ആക്കുന്നതിനറിയോ, ഞങ്ങൾക്ക് എന്ത് സഹിക്കാൻ പറ്റായിക്കൊണ്ട്. സത്യമായിട്ട് ഇതുപോലത്തെ വീഡിയോ ഭയങ്കരത്തിലാണ് വരുന്നത്. സത്യമായിട്ടും ഈ പെണ്ണുള്ളല്ലോ വെറുതെ ഇരുന്നിട്ട് അന്തും കൊണ്ടും അറിയാതെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, കാര്യമില്ല. ഇസ്ലാമിന്റെ വേഷം കളിച്ച് നിങ്ങൾ കളിക്കണ്ടെങ്കിൽ ഇസ്ലാം അവർക്ക് വിട്, അല്ല അവർക്ക് അങ്ങനെ ചെല്ലാതെ അവർക്ക് വിട്. ഇസ്ലാമിന്റെ ഹിന്ദുസ് നല്ല ബ്രാഹ്മണ സംഘത്തെ ഹിന്ദുസ് കുറെ ഹിന്ദുസ് ഇല്ലേ, അത് അവർക്ക് വിട്. ക്രിസ്ത്യാനിന്റെ നല്ല ഇതായിട്ട് നടക്കുന്ന അവർക്ക് വിട്. അവരെയും ക്രിസ്ത്യാനികളെ വന്നിട്ട് തോണ്ടുന്ന അവർ പാദന്മാർ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് അത് ഇടാം. മാത്രം ഞാൻ ഇപ്പൊ ഇടുന്ന ശരിയല്ല, എന്നാലും നമുക്ക് അവരെ പറ്റി അറിയില്ല. പിന്നെ നമുക്ക് ക്രിസ്ത്യാനിനെ പറ്റിട്ടോ ഹിന്ദു മതത്തിനെ പറ്റി അടക്കം അത്ര വിവരമില്ല, അറിയാത്ത കാര്യമാണ്. ഇസ്ലാമിന്റെ കുറച്ചറിയാം, വലിയൊന്നും അറിയാല, കുറച്ചറിയാം. അറിയുന്നവനെ കൊണ്ട് പറഞ്ഞത് നീക്ക് മനസ്സിലായിട്ടുണ്ടാവും കാണുന്നു അല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിനെ ട്രോൾ എന്താക്കും പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ പറയാ, തെറ്റുണ്ടെങ്കിൽ കാര്യമായിട്ട് പറയാ, കമന്റിൽ പറഞ്ഞു, നേരിട്ട് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. എന്തറിയോ, സ്നേഹം മാത്രം, സ്നേഹം പറക്കട്ടെ അല്ലേ. ബൈ.